ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീനു ആദി. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസിന് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ കുറേ സൈവ് വരുന്നുണ്ട്, കുറേ കമൻറ്റ് വരുന്നുണ്ട്. ഞങ്ങളിത് കുറച്ച് അത്യാവശ്യപ്പെട്ട കമൻറ്റുകൾ മാത്രം തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് വായിച്ച് തരാമെന്ന് വിചാരിച്ചു. വായിച്ചാണ്ട് ഇതിന് മുന്നേ ഞങ്ങൾ Q&A ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറേ Q&A ചെയ്തിട്ടില്ല. എല്ലാവരും അപ്പോൾ ആദ്യം തന്നെ എനിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, മൂക്ക് കുത്തിയിട്ട് വേദന ഉണ്ടായിരുന്നോ, അതിന് മാറാനുള്ളത് എന്താ തേച്ചത്? ഞാനൊന്നും തേച്ചിട്ടില്ല ഗൈസ്. എനിക്ക് മൂക്ക് കുത്തിയിട്ട് വേദന ഇല്ലായിരുന്നു. കാരണം ഞാൻ മൂക്ക് കുത്തിക്കാണ്ട് എനിക്ക് മൂക്ക് കുത്തി കഴിഞ്ഞിട്ടാണ് കുത്തിന്ന് അറിഞ്ഞത് തന്നെ. ഒരു വേദന ഇല്ലായിരുന്നു. അന്ന് തീരെ കേൾക്കില്ല അത്, കാരണം തൊള്ളയിൽ വെച്ചാണ്ടാ പറഞ്ഞത്. അതായത് മൂക്ക് കുത്തിയിട്ട് എനിക്ക് തീരെ വേദന ഉണ്ടായിരുന്നു കേട്ടോ, പറയുകയാണെങ്കിൽ അല്ലേ. ഞാൻ കുത്തി കഴിഞ്ഞിട്ടാണത് എനിക്ക് വേദന ഉണ്ടായിരുന്നു. പക്ഷെ ചിലവർക്ക് വേദന ഉണ്ടായിരിക്കാം, കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പണ്ടത്തെ റെമഡീസുകളൊക്കെ തേച്ചാൽ മതിയാവും. കാരണം നമ്മള് ചെവി കുത്തുമ്പോ പൈക്കണീന് നമ്മള് അമ്മ അരച്ചിടാന്നൊക്കെ പറയുള്ളൂ, അതേമാതിരി തേച്ചാൽ മതി. പക്ഷെ ഞാൻ തേച്ചിട്ടില്ല, എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. എന്റെ മൂക്കിന്റെ ഓട്ട കുറച്ച് അടഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുത്തി ഓട്ടാക്കി, അത്രേ. രണ്ടാമത്തെ എന്താ വെച്ചാല്, ആദിയുടെ വീട്ടുകാരെന്താ വീഡിയോ കാണിക്കാത്തത്? ആദിയുടെ വീട്ടുകാർക്ക് അത് ഇഷ്ടമില്ലേന്ന്. എന്താ വെച്ചാൽ വീഡിയോ കാട്ടാൻ വേണ്ടി ഞങ്ങൾ ഓരെ കുറിച്ച് പറഞ്ഞതാണ് വീഡിയോയിലൊക്കെ. പക്ഷെ എന്താ വെച്ചാല് ഓർക്ക് താല്പര്യമില്ല, കാരണം അതിനെ കുറിച്ച് വർത്താനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാണിച്ചതല്ല, അതുകൊണ്ട് ഓർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല. പിന്നെ റിനുവിന്റെ വീട്ടുകാരായിട്ട് നല്ല ബന്ധമാണല്ലോ, വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ടല്ലോ. അപ്പൊ അവർക്ക് അത് എത്ര കണ്ടാൽ സങ്കടം വരും, അങ്ങനെ ഒരു ഇത് ടോക്ക് ഏതാണ് പറഞ്ഞത്. അതായത് എന്റെ വീട്ടുകാർ പറഞ്ഞാൽ എന്റെ വീട്ടുകാർ മൊത്തത്തിലൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. എന്റെ വീട്ടിൽ ഉമ്മമാനൊന്നും ആദ്യം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. കാരണം ഉമ്മമാക്ക് കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടമല്ല ഉമ്മമാനെ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ എന്റെ ഉമ്മാന്റെ ഉമ്മയില്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അത് ഉൾപ്പെടുത്തി. ഉമ്മമാക്ക് ഇഷ്ടമാണ്, കാണിക്കലില്ല. പക്ഷെ ഉമ്മമാക്ക് ഇഷ്ടമാണ് വീഡിയോയിൽ വരാം. മറ്റുള്ളവരുടെ വർത്താനം കേട്ടിട്ട് എന്താ പറയാ, പേടിച്ചിട്ടാണ് വരാത്തത്. സത്യം പറയുന്നത് പേടിച്ചിട്ട്. അല്ലാതെ ഉമ്മമ്മ വയസ്സായതല്ല. അപ്പൊ ഉമ്മമാക്ക് ഇഷ്ടമാണ്. ഉമ്മമ്മ യൂട്യൂബിന് വേണ്ടി പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഉമ്മ പറഞ്ഞു ഇടണ്ട, കാരണം മറ്റുള്ളവരത് പൊങ്കാല ഇടുന്നു. പിന്നെ പിന്നെ ഏട്ടന് ഇങ്ങനെ ഫേസ് ചെയ്യണ, ഏട്ടന് പൊതുവെ അങ്ങനെ ആരോടും അങ്ങനെ വലിയ കമ്മ്യൂണിക്കേറ്റ് ഇല്ലാത്ത ആളാണ്. ഏട്ടന് വേറൊരു ടൈപ്പ്, എൻ്റെ ഒരു സ്വഭാവമല്ല ഏട്ടന്. അതുകൊണ്ട് ഏട്ടനെ റിവീല് ചെയ്യും നമ്മൾ ടൈം ആകുമ്പോൾ. അതായത് ഏട്ടനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏട്ടൻ എന്നാണ് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കും. ഇനി താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കാണിക്കൂല. അങ്ങനെയൊക്കെയാണ്. ഏട്ടനെ ഫുൾ ബിസി ഡേ, എന്നും ബിസിയാണ്. അതാണ് നമ്മൾ രണ്ട് വീട്ടുകാരായിട്ടുള്ള തമ്മിലുള്ള ബന്ധം. അതായത് ഓർക്ക് താല്പര്യമില്ലോരെ നമ്മളിതിൽ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ. പിന്നെ എന്താ വെച്ചാൽ റിനുവിന് എന്താണ് പഠിക്കാൻ വിടാത്തത്? റിനുവിന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. തലങ്ങും ഒക്കെ പറഞ്ഞു നോക്കിയതാണ്. ഷോർക്ക് ഇൻട്രസ്റ്റ് ഇല്ല പഠിക്കാന്. പഠിക്കാൻ ഓളെ ചിന്ത മൊത്തം പഠിക്കാനും ഇവിടെ എനിക്ക് ഇപ്പൊ കുട്ടിയായി ഫുള്ള് പഠിക്കാൻ പഠിച്ചാൽ കാര്യമില്ലല്ലോ. അതെ, അതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടല്ല. ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ജോബിന് താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ജോബിന് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്താ വെച്ചാൽ എന്റെ തടി കൊണ്ട് കഴിയില്ല. എനിക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. അതായത് വലിയ മാറാരോഗം നല്ല കേട്ടോ, എനിക്ക് അങ്ങനെ കാലുവേന അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ചിന്. പിന്നെ വെച്ചാല് ഇപ്പൊ ആദ്യം എന്ത് പണിക്കാണ് പോവല്? ഞാൻ ആദ്യത്തെ മില്ലിപ്പരിപാടിയൊക്കെ ഒഴിവാക്കി മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഫർണിച്ചർ ഫീൽഡില് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. മില്ലിന്ന് പോകുന്നു. കാരണം എന്താ വെച്ചാല് മില്ലിപ്പണി കുറെ കൊല്ലങ്ങളെടുത്താൽ പിന്നെ ഒരു 40-50 വയസ്സാകുമ്പോൾ നമുക്ക് അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാറാത്ത വേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വെച്ചാണ് ഞാൻ എന്തായിട്ട് ഞാൻ
കണ്ടറിഞ്ഞാണ്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോ ഞാനിപ്പോ ഒരു ആദ്യം ഒരു മില്ലിൽ കയറി കാരക്കുന്നിന്റെ മുന്നേ, പിന്നെ കാരക്കുന്നിലോട്ട് മാറി. പിന്നെ കാരക്കുന്നിന്ന് അവസരം, അതായത് അവിടെ വരുന്ന ആൾക്കാരെ ആദ്യം ഓരോ വേക്കൻസി ഉണ്ട് പറഞ്ഞ് വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു കുറെ അവസരങ്ങൾ ഇതാകുമ്പോ മാനേജർമാരായിട്ടൊന്നും വേണ്ട, ബോഡിയായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഓനായിട്ട് തെരഞ്ഞെടുത്തല്ല, അതവിടെ കച്ചറ കൂടി വന്നതല്ല കേട്ടോ. പിന്നെ ആദിയുടെ വീട്ടിലേക്ക് പോവാറുണ്ടോ? ആദിന്റെ വീട്ടിലേക്ക് പോവാറില്ല, പോവാനേ ഇല്ല. കുട്ടി ഒരു 6 മാസമൊക്കെ ആയപ്പോ പോയതാണ്. പിന്നെ 6-7 മാസമായി. ശേഷം പോയിട്ടേ ഇല്ല. പിന്നെ വെച്ചാല് ഇത് ഞാൻ ബുക്കിന്റെ പേജ് പറിച്ചത് കേട്ടോ. അതായത് ഒരു ബുക്ക് ആമിമോൾ കീറി, അപ്പൊ ഇത് ഞാൻ അത് എടുക്കാൻ വേണ്ടിട്ട്, കാരണം ഇതോട് കൊണ്ടുപോയി എനിക്ക് വായിക്കാൻ കഴിയില്ല. ഉറക്കി കിടത്തിട്ടാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കുക. ഞങ്ങൾ ആദ്യമായിട്ട് എടുത്തു, അത് ശരിയായില്ല. ഓള് ഭയങ്കര ശല്യം പറഞ്ഞാൽ അങ്ങനത്തെ ശല്യമല്ല, നമ്മൾ ഓൾക്ക് എന്താണ് ഞാൻ എടുക്കണം അത് ഓക്ക് വേണം. അപ്പൊ ആ ശല്യം, അല്ലാണ്ട് കുട്ടി ശല്യം എന്നല്ലട്ടോ പറഞ്ഞ, ഞാൻ അങ്ങനെ പറയില്ലേ. പിന്നെ എന്താ, അതായത് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ആദ്യം വീട്ടിൽ പോകാറുണ്ടോ ചോദിച്ചത് തന്നെയായിരുന്നു ആ കുട്ടിയെ ചോദിച്ചത് കേട്ടത്. അവരായിട്ട് ഒന്നിച്ച് പോയിക്കൂടെ, ആ ബന്ധം തുടർന്നൂടെ? അവരായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റില്ല, കുറെ ഞങ്ങൾ ഒന്നിച്ചു പോകാൻ വേണ്ടി നോക്കിയതാണ്. ആദ്യം ഞങ്ങളായ ടൈമിൽ ഒന്നിച്ചു പോകാൻ നോക്കിയിട്ടില്ല അല്ലേ? നമ്മ രണ്ടാളായ ടൈമില് കുട്ടി വരുന്നതിന്റെ മുന്നേ മനസ്സിലായില്ല, നമ്മൾ കുട്ടി വരുന്നതിന്റെ മുന്നേ ഓലായിട്ട് വലിയ ബന്ധം ഉണ്ടാവാൻ നമ്മൾ നോക്കിയിട്ടില്ല. കുട്ടി വന്നതിന് ശേഷം ഞങ്ങള് അതറിഞ്ഞ് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുട്ടിയുടെ അറിവ് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ ഭാവി കഴിച്ചിട്ട് ഞങ്ങള് ഒന്നിച്ചു പോകാൻ നോക്കി. പക്ഷെ ഒന്നിച്ചു പോകാൻ നോക്കിയപ്പോ അതെങ്ങനെ ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല. ഒന്നെങ്കിൽ ഇവിടെ നന്നാവുമ്പോ അവിടെ നല്ലാവൂല, പിന്നെ അമ്മ വിചാരിക്കുന്ന ആരെയാവൂല, ചിലപ്പോ ഓള് വിചാരിക്കണ ആരെയാവൂല. സിറ്റുവേഷൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇപ്പൊ നല്ലതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചീഞ്ഞേക്കാരം. ആ സിറ്റുവേഷൻ കൊണ്ട് ഒന്നിച്ചു പോകാൻ കഴിയൂല. ഞങ്ങൾക്ക് എപ്പോഴും ഓക്കെയാണ്. പിന്നെ ആർക്കാണ് വീട് പണി? എൻ്റെ ഉമ്മാക്കും ഏട്ടനുമാണ് വീട് പണി. അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ അമ്മക്ക് പെറ്റായി, ഓൾക്ക് കുത്തിവെപ്പ് എല്ലാം എടുത്തിട്ടുണ്ടോ? കുത്തിവെപ്പ് ഇതുവരെ എല്ലാം ഫുള്ള് എടുത്തിട്ടുണ്ട്. 1.5 വയസ്സിന്റെ ഞാൻ അടുത്ത ആഴ്ചയാണ് ഇവിടെ അങ്കലാടി വെച്ചാണ് എടുക്കാൻ പോണത്. അതിന് ഓൾക്ക് 1.5 വയസ്സ് ഇപ്പോഴാണ് തികയ, അപ്പൊ അടുത്ത ആഴ്ചയാണ്. എല്ലാം കറക്റ്റ് ടൈമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്, നിങ്ങളിപ്പോ എവിടെ താമസിക്കുന്നത്? നിങ്ങൾക്കാണോ വീട് കയറ്റുന്നത്? അല്ല, ഞങ്ങളിപ്പോ താമസിക്കുന്നത് ഞങ്ങളെ കോട്ടേഴ്സിലാണ്. ന്റെ ഉമ്മാക്കും അളിയനുമാണ്, ഉമ്മാക്കും കാക്കൂനാണ്. ഞങ്ങൾ തന്നെയാണ്. പക്ഷെ ഞങ്ങളതെല്ലാം ഞങ്ങൾ ഇതിൽ പറയണ ഉമ്മാക്കത് പറ്റുള്ളൂ കേട്ടോ. കാരണം അത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾക്കൊരു ഭാവി ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്കായിട്ടുള്ള വീട് ഉണ്ടാവുമല്ലോ, അതെല്ലാം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഞങ്ങളെ വീടൊക്കെ തന്നെയാണ് അതെ അങ്ങനെ. പിന്നെ ചോദിച്ചത് എന്താ വെച്ചാൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 900 ആണ് തോന്നുന്നു. അതിന്റെ മുണ്ടിന്റെ ഇത് ഞങ്ങള് സ്റ്റുഡിയോന്റെ അടുത്തൊരു റൂമാണ്, ഞങ്ങൾ വീട് കിടക്കുന്ന. പിന്നെ നിങ്ങൾ കോട്ടക്കുന്ന് ഭാഗത്താണ് വീട്? അല്ലല്ല, പുതിയ സബ്സ്ക്രൈബർ. പക്ഷെ നമുക്ക് നമുക്ക് പോയി പോലുള്ള ദൂരമുള്ളൂ, കുറച്ചുള്ളൂ, ഒരു 10-25 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ആദ്യം റിനുവിന്റെ ഉമ്മാനെ നോക്കുന്നത് പോലെ ആദിക്ക് ആദിന്റെ അമ്മേനെ നോക്കിക്കൂടെ? റിനുവിന്റെ ഉമ്മാക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തതുപോലെ ആദിന്റെ അമ്മക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തൂടെ? അവർക്ക് എത്ര വേദന ഉണ്ടാകും? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാല് അത് റിനുവിന്റെ ഉമ്മ പറഞ്ഞാല് അത് എന്റെ അമ്മായിമ്മയാണ്. അമ്മായിമ്മക്ക് ഞാന് പറഞ്ഞാല് ഒരു മരുമോനാണ്. അപ്പൊ മരുമോന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അതാണ് പോയിന്റ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, മരുമോന്റെ സ്ഥാനത്ത് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അപ്പൊ ആ ഉമ്മ എന്റെ ഒരു മകനെ പോലെ എല്ലാം സ്നേഹിക്കുന്നുണ്ട്. അതേമാതിരി ഞാനൊരു മകനെ പോലെ ആ ഉമ്മനെ ഞാൻ അങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. നമ്മളൊരാളുടെ സ്നേഹം തരുമ്പോ കണ്ടില്ല നടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ അനുസരിച്ചുള്ള സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനവിടെ എല്ലാവർക്കും ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുത്തു, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഓൾക്ക് എന്റെ ഒരു മകനായിട്ടാണ് ഓര് കാണുന്നത്. അപ്പൊ ഞാനൊരു മകന്റെ സ്ഥാനത്ത് ഞാൻ
ഡ്രസ്സ് എടുത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു കറക്റ്റ് പോയതല്ലേ. അതായത് ആദ്യം ഇപ്പൊ പണി കഴിഞ്ഞാണ്ട് എവിടേക്കൊക്കെ അടിച്ച് ചങ്ങന്മാരുടെ കൂടെ പറയുന്നത് ഉമ്മ ചീത്ത അറിയും. ഇമ്മ അറിയും നേരത്തെ വന്നോടെ അങ്ങനെയൊക്കെ പോയാല് എന്താ പറയാ അപകടത്തിൽ കൂടും. അതായത് ഈ പ്രായത്തിൽ പിന്നെ ആദ്യം അമ്മേനെ അതേമാതിരി നോക്കിക്കൂടെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു മകനാവുമ്പോ ചിലപ്പം ആ സിറ്റുവേഷനിൽ ഒന്ന് പോയി കഴിഞ്ഞ് വിളിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അമ്മ അത് ക്ഷമിച്ച് വിളിച്ച് കാര്യം അന്വേഷിക്കുക. അതാണ് നേരത്തെ യഥാർത്ഥ അമ്മ ഒന്നും പോലല്ലേ. മക്കളാവുമ്പോൾ ചിലപ്പോ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി 2 ദിവസം വരാമെന്നൊക്കെ ചെയ്യും. പക്ഷെ യഥാർത്ഥ അമ്മ എന്ന് പറഞ്ഞാൽ അതൊക്കെ ക്ഷമിച്ച് പിന്നെയും വന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. പിന്നെ കിട്ടിയില്ലെങ്കിൽ വൈഫ് ഉണ്ടല്ലോ ഇവിടെ അവളെ ഭർത്താനം ചോദിക്കുക, കുട്ടീന്റെ വർത്താനം ചോദിക്കാം. അതൊക്കെയാണ് ആ ഒരു ഭാഗങ്ങളൊന്നും ഒത്തു പോണില്ല. അതുകൊണ്ട് ഞാൻ ഈ നിലക്ക് പോണ അത്രേ ഉള്ളൂ. പിന്നെ അതിൽ പറഞ്ഞെന്താ വെച്ചാൽ ആ വ്യക്തിനെ പറഞ്ഞെന്താ വെച്ചാല് ഇതൊരു ബുക്ക് എനിക്ക് കീറിയോണ്ട് ഇതൊരു കീറിയതാണ്. ആ വ്യക്തിനെ എന്താ പറഞ്ഞ വെച്ചാല് ആദ്യം ഇപ്പോഴൊന്നല്ലല്ലോ അമ്മയായിട്ട് ഉണ്ടായത് എന്നാണ്. അതായത് ഈ മകനക്കും പൊരുത്തപ്പെട്ട് പോവട്ടോ, അതായത് ഈ മകനക്ക്. പക്ഷെ അത് പൊരുത്തപ്പെട്ട് പോവാന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന കാലത്തോളം പൊരുത്തപ്പെടാൻ കഴിയൂല. കാരണം അവര് നമ്മളെ ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോ ഈ ആദിക്ക് അത് പറ്റൂല. അത് ആദ്യം അംഗീകരിക്കൂല. അത് കരുതി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ ഭാര്യ എടുത്തുന്ന കാലത്തോളം ആദ്യം ഡ്രസ്സ് എടുത്ത് കൊടുക്കൂല എന്നല്ലട്ടെ പറഞ്ഞിരുന്നു. മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അപ്പോ എന്താ പറയാ ആദ്യന്റെ അമ്മക്ക് ആദ്യക്കൊരു അവസരം കിട്ടിയിട്ടില്ല എടുത്ത് കൊടുക്കാനുള്ള. പിന്നെ പറഞ്ഞാൽ ഇന്ന കല്യാണം കഴിച്ചതിന് ശേഷം സത്യത്തിൽ ആദ്യം പണിക്കോവാൻ തുടങ്ങിയത്. അത് ആദ്യം പോയിരുന്നോ? ഫ്രണ്ടിന്റെ ചെലവിൽ അങ്ങനെ തൂർത്തടിച്ച് കളയായിരുന്നു. ഇന്ന കല്യാണം കഴിച്ച് ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോകാൻ 10 റുപ്യ വേണം എന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യം പണിക്കോവാൻ. അതിന് ശേഷം ആദ്യം കല്യാണം കഴിച്ച് പിറ്റേ ദിവസം എന്റെ ഉമ്മക്ക് ഡ്രസ്സ് ഒന്നും എടുത്തു കൊടുത്തിട്ടില്ല. എന്റെ ഉമ്മക്ക് പെരുന്നാളൊക്കെ വരുമ്പോ പിന്നെ ഒരു മരുവന്റെ കടമ കഴിയുമല്ലോ, അത് ആദ്യം തന്നെ എടുത്തു കൊടുക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്നതല്ല. ഞാൻ അങ്ങനെ ആദ്യം എന്റെ ഉമ്മക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണം അങ്ങനെയൊക്കെ ഞാൻ പറയൂ. ഞാൻ എനിക്ക് ഡ്രസ്സ് എടുത്താൽ നേരം പറയാ. അപ്പൊ ആദ്യന്റെ അമ്മക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും, ആദ്യന്റെ അമ്മക്ക് എടുത്ത് കൊടുക്കൂല എന്നല്ല, എടുത്ത് കൊടുക്കും. അത് ആദ്യന്റെ അമ്മയും ഓനായിട്ട് നല്ല കണക്ഷനും കാര്യങ്ങളും ഒരിപ്പോഴും മുന്നോട്ട് പോകേണ്ടി മോനക്ക് എടുത്തു കൊടുക്കാൻ തോന്നും. ഇതിപ്പോ അവിടുന്ന് ഒരു ഗോളും ഇല്ല, ഇവിടുന്ന് ഒരു ഗോളും ഇല്ല. ഇവിടുന്ന് അങ്ങോട്ടും പോകില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരില്ല. അവിടുത്തെ കാര്യങ്ങളും അറിയണ്ട, ഇവിടുത്തെ കാര്യങ്ങളും അറിയണ്ട. അപ്പൊ പിന്നെ ഇങ്ങനെ ഡ്രസ്സ് ഇതമ്മ ഡ്രസ്സ് കൊണ്ട് കൊടുത്ത അതിന് ഡ്രസ്സ് കൊണ്ടു കൊടുത്താൽ കൈ പിടിച്ചിട്ടല്ല, മനസ്സ് കൊണ്ട് എടുത്തു കൊടുക്കണം. അതാണ് യഥാർത്ഥ എടുത്തു കൊടുക്കുക. അപ്പൊ അതാണ് സംഭവം. അല്ലാതെ ആ റിനുവിന്റെ അമ്മക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തല്ല. അത് നിങ്ങൾ പറഞ്ഞു തരണ്ട. പിന്നെ നാട്ടിലെ ഫ്രണ്ട്സിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ, അത് എന്റെ ഫ്രണ്ട് പറഞ്ഞത് കേട്ടോ, ഞാൻ പേര് പറഞ്ഞില്ല. നാട്ടിലെ ഫ്രണ്ട്സ് പറഞ്ഞാല് എനിക്ക് 10th വരെ, അതായത് 10th വരെ എൻ്റെ ഒപ്പമായിരുന്നു. ഒപ്പം പറഞ്ഞാൽ എൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ +1 +2 ആയപ്പോൾ പല സ്ഥലത്തായി, അവര് വേറെ ഹിന്ദുക്കളായിരുന്നു. ഞാൻ പറയാം സത്യത്തിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിലാണ് എൻ്റെ ചെറുപ്പം മുതൽ കളിക്കൂട്ടുകാരികളായിരുന്നു. അപ്പോൾ നാട്ടിലത്തോർക്ക് തന്നെ അറിയുന്നുണ്ടാവും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. നമുക്ക് 10ാം ക്ലാസ്സിനൊക്കെ ഒരേ മാരിക്കായിരുന്നു മാർക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ കുറേ തൂത്തടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വിഷയത്തിലും പൊട്ടിട്ടില്ല. ഞാൻ ഒരു വിഷയത്തിൽ പൊട്ടിട്ടില്ല. ഞാൻ 10ഒക്കെ പാസ്സായി, ഡിഗ്രി വരെ 10ഒന്നും പാസ്സാവാതെ ഡിഗ്രി പോകില്ലല്ലോ. അപ്പൊ അത് വെറുതെ പറഞ്ഞോ, തിരിച്ച് പറയേ. അപ്പൊ ഇല്ല ആദ്യം ഉറക്ക വരുന്നുണ്ട് കേട്ടോ. പോയി വാങ്ങിക്കണോ ഉറക്കുന്നുണ്ടോ? അതെന്താ ഒരു വീഡിയോ എടുത്ത് വെച്ച് അത് ഡിലീറ്റ് ചെയ്തു ആദ്യം. അതെന്താ വെച്ചാൽ കുട്ടി ഭയങ്കര അതിലിങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് പിടിച്ചെടുത്ത് കൊടുന്ന് വെച്ചാൽ ഇത് ആദ്യം ഉണ്ടാക്കിയതാട്ടോ വീഡിയോ. ഞാൻ അപ്പോഴും പറഞ്ഞു. അപ്പൊ എന്റെ നാട്ടിലെ ഫ്രണ്ട്സ് ആണ് എനിക്ക് ഇപ്പോഴും ഓരായിട്ടൊരു കോണ്ടാക്ട് ഉണ്ട്. കോണ്ടാക്ട് ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. അതായത് അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവരെ ഇത് നോക്കി പോയതാണ്. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് എല്ലാത്തിനും സഹായമായിട്ടും എന്ത് ചോദിച്ചാലും എപ്പോൾ വിളിപ്പുറത്ത് വിളിച്ചാലും ഉള്ള ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്.
അപ്പൊ അവരെ കുറിച്ച് പേര് ഞാൻ പറയുന്നില്ല, കാരണം അവരിപ്പോ അത് അവരെന്നെ കമന്റ് ബോക്സിൽ അറിയിച്ചേ. ഏതായാലും ഓരായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓരോന്ന് വീഡിയോയിൽ കൊണ്ടുവരുന്നില്ല, എനിക്ക് എന്റെ കുട്ടീനെ ഇട്ട് ഓരോ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അതാണ് സംഭവം. ഇപ്പൊ ആമിനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ഇന്നെ കൊണ്ട് പോകാൻ കഴിയില്ല. ഇമ്മ ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല, കാരണം ഇമ്മാനെ പറ്റൂല. ഇവൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓളും ഓളെ അമ്മയും മാത്രം മതി, അതായത് ഞാനും ഓളും മാത്രം മതി. ഉളപ്പാനും വരെ വേണ്ടിയല്ല. എന്തെങ്കിലും സാധനങ്ങൾ കണ്ട അതിൻ്റെ അടുത്തേക്ക് ചാടും. വീട്ടിൽ നിന്ന് വലിയ കാര്യമില്ല. വീട്ടിൽ നിന്ന് ഇപ്പൊ ആദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം പണിക്ക് പോയി ഉച്ചക്ക് ചോറ് വന്നാലും വാതില് തുറന്നിരുന്ന് ചോറ് കൊടുക്ക, എന്തൊക്കെയാ അറിയോ, എന്തോ ഒരു സ്നേഹമോ. അപ്പൊ എന്നെ വേണ്ടിയല്ല, കാരണം എന്നെ 24 മണിക്കൂറും കാണിക്കാരോ അങ്ങനെ. പിന്നെ ചോദിച്ചിട്ടുണ്ട് എന്താ വെച്ചാ, റോസ് ഗോൾഡ് ആണോ എന്റെ മാല? അതെ, എന്റെ റോസ് ഗോൾഡ് ആണ്. അതെ. പിന്നെ അത് കുറെ മുമ്പ് ചോദിച്ചായിരുന്നു, അത് ഇതിൽ എഴുതിയതാണ്. റോസ് ഗോൾഡ് ആണ് മാല. എനിക്ക് 2-3 ഉണ്ടല്ലേ. അപ്പൊ ഒറിജിനൽ റോസ് ഗോൾഡ് അല്ല, നമ്മള് ബഡ്ജറ്റിൽ കിട്ടുന്ന റോസ് ഗോൾഡിന്റെ അങ്ങനെ ഉണ്ടാവില്ല, അതാണ് ഒറിജിനൽ. നല്ല റേറ്റ് ഉണ്ടാവും. എന്റെ മാല ഒക്കെ ഭയങ്കരമാണ്, അതുകൊണ്ടാണ്. അതായത് നിന്റെ ഉമ്മയെ നോക്കുന്നത് പോലെ ആദിന്റെ അമ്മയെ നോക്കണം, അത് നീ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതും നല്ലതാട്ടോ ക്വസ്റ്റ്യന്. അതായത് എന്താ വെച്ചാ, എൻ്റെ ഉമ്മയെ നോക്കണ പോലെ പറഞ്ഞാല് ഇവിടെ ഞങ്ങളൊന്നും നോക്കണേല്ല. എൻ്റെ ഏട്ടൻ്റെ അടുത്ത് എൻ്റെ അമ്മ നിൽക്കുന്നത്, അതായത് ഞങ്ങൾ ഇവിടെ നിൽക്കണേ, ഞങ്ങളവിടെ പോകുമ്പോൾ ഉമ്മാന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ ഉമ്മാക്ക് വേണ്ടിയിട്ടായിട്ട് പൈസ ഒന്നും ചെലവാക്കണില്ല. പിന്നെ സ്നേഹം കൊണ്ട് വാരി കോരി നോക്കുന്നുണ്ട്. പെറ്റ ഉമ്മയാണ്. പിന്നെ ആദ്യക്ക് കിട്ടുന്ന സ്നേഹത്തിനുള്ള ഓനും കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോ പിന്നെ അമ്മ ആദ്യന്റെ അമ്മനെ നോക്കാത്ത ആദ്യക്ക് ബാധിച്ചു. ആദ്യം ഞാൻ പറയുന്നത്, ഞാൻ നോക്കാത്ത അതിന്റെ അമ്മനെ എന്താ വെച്ചാല്, ഞാൻ നോക്കാത്തന്നല്ല പറയുന്നത്, എനിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അതിന്റെ അമ്മനെ സ്നേഹം കൊണ്ടായാലും പൈസ കൊണ്ടായാലും എന്തുകൊണ്ടായാലും ഒരു അവസരം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ 2 മാസം നിന്നെങ്കിലും ഞാനും അവന്റെ അമ്മയായിട്ട് വലിയ കമ്മ്യൂണിക്കേറ്റഡ് ഇല്ല. അവിടെ അമ്മേന്റെ കാര്യം നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കണം. എന്നോട് വലിയ മുണ്ടെങ്കിലല്ലേ എനിക്ക് അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ ആദ്യമാണ് രാവിലെ നേരം വെളുത്ത് അവിടുന്ന് പണിക്കോ, പിന്നെ 10:30 വരിക. പിന്നെ അപ്പൊ ഇതുപോലെ അമ്മ കടന്നുറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അവിടെ 2 മാസം നിന്നപ്പോ പണിക്ക് പോണ കാലത്ത് അതിന്റെ അമ്മ അവിടെ ഇല്ലായിരുന്നു. ഞങ്ങള് എന്താ പഠിക്കാൻ, അതായത് മുസ്ലിം ആവാൻ പോണ ടൈമിലാണ് അവന്റെ അമ്മ വരുന്നത്. 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ വരുന്നത്. 2 ദിവസമല്ല, ഒരാഴ്ച മുന്നേ. അതാണ് സംഭവം. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ, ആദ്യമാണോ എത്ര മേക്കാതെ കുത്താൻ പറഞ്ഞത്? അതായത് ആദ്യമൊക്കെ എവിടെ കിടക്കണം? ഞാൻ 10ാം ക്ലാസ് മാത്സിന്റെ അന്നാണ്, തലേന്നാണ് ഞാൻ കുത്തിയത്. മാത്സിന് നമുക്ക് 10 SSLC ആവുമ്പോ കുറച്ച് അവധിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിനാണ് ഞാൻ ഒറ്റയടിക്ക് കുത്തിയതാണ് ഈ മേക്കാതെ. അന്ന് അത് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ അതെനിക്ക് ഇഷ്ടമല്ല. അത് ഒഴിവാക്കുന്നൊന്നുമില്ല, എനിക്ക് കുത്താൻ താല്പര്യമില്ല ഇപ്പൊ. അപ്പൊ അന്ന് ആദ്യം എവിടെയോ കിടക്കണേ, ഞാൻ എവിടെയോ കിടക്കണേ അങ്ങനെ. പിന്നെ എന്താ വെച്ചാല്, പിന്നെ എന്താ വെച്ചാല്, ഇത് എന്താ പറയാ, കിച്ചൺ എനിക്ക് വായിച്ച കിട്ടണില്ല. പിന്നെന്താ ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങളുടെ എന്താ പറയാ ഇതുണ്ടല്ലോ, ഇത് നമ്മള് ലോ മാരേജ്, നമ്മള് കല്യാണം കഴിച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ട് ഒത്തു പോണത് എന്ന്, അതാണ് ചോദിച്ചത്. എന്റെ രീതിക്ക് പകുതി ചെയ്തിട്ടുള്ളൂ, പിന്നെ ഒക്കത്തിന് പകുതി ചെയ്തിട്ടുള്ളൂ ഞാൻ. അതായത് ഒത്തു പോണത് അല്ലേ, അത് ആദ്യം പറ. ആദ്യം പറ ഒത്തുപോണത്. ഈ റെഡ് നിൽക്കുക ഒത്തുപോണത് പറ. എങ്ങനെ ഒത്തുപോണെന്ന് വെച്ചാലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരാളുടെ ഇഷ്ടങ്ങൾ അറിയാം. അതേമാതിരി എന്റെ ഇഷ്ടം എന്താ? അപ്പൊ ഗൈസ്, ആദ്യം മുഖം കഴിക്കും കേട്ടോ. ആദ്യം ഡ്രൈ സ്കിൻ ആണ്ട് ഒട്ടുണ്ട് വിയർപ്പോണ്ട്.
നിങ്ങളുടെ ബന്ധം അതായത് അത് വെച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് ഒത്തു പോണത് ഞാൻ പറയാം എങ്ങനെയാണ് ഒത്തു പോണത്. ഇപ്പൊ നമ്മള് ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോൾ തന്നെ ഓലാദ്യം പ്രശ്നം ഉണ്ടാക്കാനെ ചെറുത്തത് പറയില്ല മനുഷ്യന്മാര് എന്തൊക്കെ എങ്ങനെ കഴിച്ച് ഒത്തു പോണേ അങ്ങോട്ട് ഇങ്ങോട്ടൊരു പരസ്പരം കുറച്ച് ക്ഷമ അണ്ടർസ്റ്റാൻഡിങ് വേണം. അതായത് ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പൊ ഉദാഹരണത്തിന് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോ ഭാര്യമാരെ മാത്രം തെറ്റുണ്ട്, എന്നാലും ഒരു വെറുതെ ഇങ്ങനെ ചൂടായി ചാടി കളിച്ചു കൊടുക്കാണ്. വെറുതെ ചൂടായി പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മളെന്താക്കുക ഓരോ ഒരു സിറ്റുവേഷൻ വെച്ചാണ് നമ്മളത് ക്ഷമിക്കുക. അത് എല്ലാ കാര്യങ്ങളും വേറെ എന്തെങ്കിലും പോയാണ്ട് പിറ്റേന്നാണ്ട് അത് ക്ഷമിച്ചാനല്ല ഞാൻ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾക്കും അതിൻ്റെതായ സീരിയസ്നെസ്സും കാര്യങ്ങളും അതിനനുസരിച്ച് ഓരോ പെരുമാറാം. പറഞ്ഞ അർത്ഥല്ലേ ഓരോ പ്രശ്നം അതിനനുസരിച്ച് പെരുമാറാം. കിട്ടുന്നില്ല പറയാ ഞാൻ പറയണത് അതിനനുസരിച്ച് പെരുമാറാം. പിന്നെ അവനോട് നല്ലോണം സ്നേഹിക്കാം, നല്ലോണം സ്നേഹിക്കണം. കാര്യങ്ങൾ കിട്ടുള്ളൂ. ഈ പറയാതെ ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്. എന്റെ പോയിന്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ പറഞ്ഞത് എന്റത് ഈ എന്താ പറയാ അത് ഞാൻ പറഞ്ഞുതരാം. എന്റെ എന്താ വെച്ചാല് ഈ ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് വേണം. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം, കാരണം അവരുടെ സ്വഭാവം എവിടെയോ കിടക്കുന്നത്, നമ്മളെ സ്വഭാവം എവിടെയോ കിടക്കുന്നത്. നമുക്ക് അവരെ ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അവരെ കൂടെ സ്നേഹിച്ച് കൂടെ കൂട്ടി നമ്മൾ പൊറുക്കണത്. അത് പൊറുക്കണത് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് നമ്മളെ കാര്യം. അതായത് നമ്മളത് വേക്കോട്ട് വലിയല്ലേ വേണ്ടേ. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ആക്കി പോവാ. ഇവിടെ ആരാ പ്രശ്നം വെച്ചാൽ ഇവിടെ ആദ്യം പ്രശ്നം ഇവിടെ ഞാനും ആദ്യം സത്യം പറയല, ഞാനും ആദ്യം ഒത്തുപോകില്ല എന്നും അടിയും ബാഗുകളും ചെകിട്ടത്തടി ഇതൊന്നല്ല. എന്താ പറയാ, ഞാനും ആദ്യം കച്ചറുണ്ടാവും, നല്ല കച്ചറുണ്ടാവും. അതായത് ആദ്യം കുറച്ച് ക്ഷമയുള്ള കൂട്ടത്തില്ല, ഞാൻ ക്ഷമയുള്ള കൂട്ടത്തിലേ അല്ല. അത് ഈ ആമിമോൾ വന്നതിന് ശേഷമാണ് ക്ഷമിക്കാൻ പഠിച്ചത്. എന്നാലും ക്ഷമയില്ല പച്ചക്ക് പറയണെങ്കിൽ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേട്ടാൽ വേഗം ടെൻഷൻ കയറും. ടെൻഷൻ പറഞ്ഞാൽ BP കൂടി പിന്നെ അങ്ങ് ചിന്തിച്ച് കാട് കേറി. എനിക്ക് എന്റെ പോളിസിനെ പറയാൻ അതായത് ഇപ്പൊ ഉണ്ടല്ലോ പ്രശ്നം നല്ല പ്രശ്നമാണ്. ഞാൻ ആദ്യം ഭയങ്കര ചൂടാകല്ല, ഞാൻ ചൂടാവില്ല, ഞാൻ നല്ലോണം പറയും. അങ്ങനെ ചീഞ്ഞു കൂടും ഒരു കാര്യം കിട്ടിയ. അപ്പൊ പറയുമ്പോ പറയും ഓൻ എന്താ കേട്ടല്ലോ ഇതേ ഉള്ളൂ. ഒരു ആൻസർ വായ തുറന്നു പറയില്ല. കാരണം എന്താ വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കലഹായി അടി പിടി പിടുത്തം അതൊക്കെ ആവും. പിന്നെ അത് ലെവല് വേറെ ആവും. അപ്പൊ ആദ്യം അവിടെ കുറഞ്ഞു വരും. പിന്നെ ആദ്യം ചൂടാകുമ്പോ ഞാൻ കേട്ടില്ല, ചെവി കേട്ടില്ല എന്ന് ഞാൻ പറയും. എനിക്ക് കേൾവി കുറവാണ്, ചെവി കേട്ടില്ല എന്ന് ഞാൻ അങ്ങനെ തള്ളിവിടും. അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ ഈ നമുക്ക് എനിക്ക് ഇവനേ ഉള്ളൂ, ഓനിക്ക് ഞാനേ ഉള്ളൂ. ആ ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം നമ്മക്ക് ആരുമില്ല, നമ്മളെ വീട്ടുകാരെന്ത് അമ്മമ്മക്കോ ആരുമില്ല, ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് പിന്നെ ആൾക്കാരുണ്ട് പറയാം. പക്ഷെ അമ്മമ്മക്കോ ആരുമില്ല. ഓളിന്ന് ജനിച്ച് വളർന്നു ഓളെ ലൈഫ്. അതെ അതെ. അപ്പൊ എന്താ പറയാ, നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ സിറ്റുവേഷൻ. ഞങ്ങൾ ആദ്യം ഒരു വീഡിയോ എടുത്തു വെച്ചു, അത് കൊള്ളൂല. കാരണം ആമിമോൾ അതിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോ എന്താ കാട്ടണം, എന്ത് വീഡിയോ ഒന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി നമ്മളെ കുട്ടീനെ അത് ഉറക്കിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കണം. അപ്പൊ 11:30 ആ ടൈമായിട്ട് ഉറക്കുക. അതായത് അണ്ടർസ്റ്റാൻഡിങ്, മെയിനായിട്ട് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ എന്താ പറയാ, ഞാൻ പറഞ്ഞ മാതിരി തന്നെ
എന്താ പറയുക, നമുക്ക് നമ്മളുള്ളൂ, നമ്മളെ വീട്ടുകാരൊക്കെ ഉണ്ടെന്ന് പറയും, അവർക്കും അവരുടേതായിട്ടുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടാവില്ലേ. അല്ലാതെ ഏത് നേരം മക്കള് ഭാര്യ ഭർത്താവ് അങ്ങനെ പറഞ്ഞ് നടക്കാൻ കഴിയില്ല. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ പേഴ്സണലായിട്ട് നോക്കിയാൽ ഒരു പരിധി ഉണ്ടാകും. ആദ്യന്റെ ഭാഗത്ത് തന്നെ നോക്കുമ്പോ ആദ്യന്റെ ഭാഗത്ത് നിന്നെ നോക്കുമ്പോ ഒരു പരിധി ഉണ്ടാകും. കാരണം ആദ്യം എല്ലാവർക്കും എന്താ അവനവൻ നോക്കിയിട്ടാണ് മറ്റുള്ളവരെ നോക്കുക. മനസ്സിലായോ? അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ആവുക, അതായത് അങ്ങോട്ടോട് പരസ്പരം കുറച്ച് കാര്യങ്ങൾ മാത്രമേ. പിന്നെ റിനുവിന്റെ സ്കിൻ കെയർ വീഡിയോ ചെയ്യുമോന്ന്, അത് തീർച്ചയായും ചെയ്യും. മാമിമോള് വന്നതിന് ശേഷം എന്താ പറയാ ഇല്ല, നാച്ചുറൽ ലുക്കാണ്. ഒരു മോയിസ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഞാൻ യൂസിങ് ഇല്ല, കാരണം അത് തീർന്ന് പൗഡർ ഞാൻ നല്ലോണം, അതായത് ഞാന് ഇടുമ്പോ ഞാൻ ചെറുപ്പം മുതൽ പൗഡർ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്, അയ്യ ഇടും. പിന്നെ എന്നാല് സൺസ്ക്രീൻ പൊതുവെ എല്ലാവരും യൂസ് ചെയ്യണം പറയും. നമ്മളിപ്പോ ഈ ലൈറ്റിന്റെ അടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണം, വീടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ, കാരണം നമ്മുടെ സ്കിൻ അത്രയും സെൻസിറ്റീവ് ആയിരിക്കുമ്പോൾ. പിന്നെ അതൊന്നും ഇല്ല ഇപ്പൊ ബേബി എന്നിട്ട് ബേബിന്റെ സ്കിന്ന്, ബേബിന്റെ ഫുഡ്, ബേബി അതന്നെയാണ് അതാണ് ഇപ്പത്തെ നിലവില്. അതാണ് ഞാൻ ചെയ്യാത്തത്. ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങട്ടെ, ഞാൻ വേണമെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങരാം. എന്റെ മോയിസ്ചറൈസറിന്റെ ക്രീം എന്താ വെച്ചാൽ ഇതാണ് പോൺസ്. പിന്നെ സൺസ്ക്രീൻ ലാക്മിന്റെ ഉണ്ട്, ഞാൻ ഉപയോഗിച്ചിരുന്നു. പിന്നെ അക്ലോജിക്കന്റെ യൂസ് ചെയ്തിരുന്നു. അതായിരുന്നു, അത് ഞാൻ ഒരു വട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുത്ത പിന്നൊന്നും വാങ്ങിയില്ല. പിന്നെ ഇപ്പൊ എന്തായിരുന്നു, പിന്നെ ഫോണിലൊന്നും കണ്ടില്ലായിരുന്നോ അതായത് അങ്ങനെയല്ലോ. അതായത് ആമിമോൾ ഉണ്ടാവുമ്പോ ഫുഡ് കഴിക്കാൻ കഴിയൂല, അതുകൊണ്ട് പരമാവധി ട്രിപ്പും യാത്രയൊക്കെ വളരെ കുറക്കലാണോ കൂടുതലാണോ എന്നാണ് ചോദിച്ചത്. പൊതുവെ കുറവാണ്, എന്നാലും പോവാറൊക്കെ ഇല്ല, പോവാറുണ്ട്. രാത്രി സഞ്ചാരികളാണ് ഞങ്ങള്. ഫുഡ് കഴിക്കാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങള് 1.5 വയസ്സായിട്ടുള്ള ആമിക്ക്, പക്ഷെ ഞങ്ങള് 3 ആക്കിന്റെ ഫുഡ് ഓർഡർ ചെയ്യും. എന്നിട്ട് കുറച്ച് ചോക്ക് അതിന് മാറ്റി ചോക്ക് ഒരു പ്ലേറ്റും ഞങ്ങളെന്താണോ വിളമ്പുന്നത് അതേമാതിരി നമ്മള് നോക്കും. ഞങ്ങളെന്താണോ അതേമാതിരി ചോക്ക് വിളമ്പി കൊടുക്കും, ഒന്ന് ഹാപ്പി ആവും. പക്ഷെ എന്താ വെച്ചാൽ ഫാസ്റ്റ് ഫുഡ് ചിക്കൻ കൊടുക്കാൻ പറ്റുള്ളൂ. അവളെ മേത്ത് പിമ്പിൾസ് ഉണ്ടായത് പൊട്ടാണ്, കെമിക്കലല്ല അധികം. കാരണം ഓളെ ശരീര പ്രകൃതി പ്രതിരോധിക്കാനായിട്ടില്ലല്ലോ. ഒരു ചിക്കന് ചെറിയ കണ്ടം 3-4 കഷ്ണാക്കി ഒന്നുകൊണ്ട് തന്നെ അങ്ങനെ ആക്കി കൊടുക്കും. അത് കാരണം ഞങ്ങള് കഴിച്ചത് എന്താ ഇതാണ് ആ പെയിന്റ് അല്ല ആ കറണ്ടില്ല അത്. പിന്നെ ഇപ്പൊ എന്താ ചോദിച്ചത്, പിന്നെ ലവ് മാരേജ് എന്താ ഇവിടെ പറയാത്തതെന്ന്. ലവ് മാരേജ് തന്നെയാണോ അത് നിങ്ങൾ പറ്റിക്കാണെന്നാണ് ലവ് മാരേജ് തന്നെയാണ് മക്കളെ. ലവ് മാരേജ് അല്ല, അറേഞ്ച് മാരേജും അല്ല, കൊണ്ടുപോയ മാരേജാ. അതെന്താ വെച്ചാല് ഞാൻ ആദ്യന്റെ കൂടെ പോയതാണ് സത്യത്തില്, ചില സാഹചര്യം കാരണം കൊണ്ട്. ഇഷ്ടല്ല എന്നല്ലട്ടോ പറയണേ, അതുകൊണ്ട്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് തട്ടിത്തെറിപ്പിച്ച് പറയാൻ കഴിയൂല. ആദ്യം ഞങ്ങളെന്നെ പ്ലാൻ ചെയ്യണം. എല്ലാരുടെ ലൈഫിലും ഉണ്ടായ മാതിരിയല്ല ഞങ്ങളത്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റൂല, പെട്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ ലവ് മാരേജ് എങ്ങനെയൊക്കെ കിട്ടി. പിന്നെന്താ വെച്ചാൽ റിനുവിന്റെ പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങൾ പറ്റാത്തത്, പറ്റണോ പറ്റാത്തത്. അതായത് ഞാൻ അത് ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ ഒരു പ്രായമുള്ള വ്യക്തി, അതായത് റിനുവിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആദ്യം പറ്റാതെ അതേമാതിരി റിനുവിനും ഒരു ഈസ വീട് എത്ര വട്ടാ തുറക്കണ അച്ഛനെ പ്രാന്തം വേണ്ട. പിന്നെ പാത്രങ്ങളും സാധനങ്ങളും എടുത്താ വരച്ചു വെച്ചാൽ അതേമാതിരി വെക്കണം, അതോട് മാറാൻ പാടില്ല.
അങ്ങനത്തെ ഓരോ ചെത്ര സ്വഭാവങ്ങള് അതൊക്കെ വെച്ച് പറ്റൂല. അതൊക്കെ കുറെ അതൊക്കെ തന്നെ പറ്റാതെ പറ്റാത്തല്ലേ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഹീറ്റ് ആവും. പട്ടിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ വലിയ വലിയ പ്രശ്നമാക്കും. അതൊക്കെ പോസിറ്റീവ് എനർജിയാണ്. എന്താ പറയാ അല്ലെ പോസിറ്റീവ് പറയണം, ഉള്ളത് ഇഷ്ടപ്പെട്ടതും പറയണം. നെഗറ്റീവ് ഇത് നെഗറ്റീവ് ആണ് പറ്റാത്തത്. ഇനി പോസിറ്റീവ് പറയാം. പോസിറ്റീവ് പറയാനുണ്ടോ? പോസിറ്റീവ് പറയാനുണ്ട്. എന്താണ് പോസിറ്റീവ്? ഞാൻ കെയറിങ് ചെയ്യുന്നതൊക്കെ ഇഷ്ടല്ലേ? പോസിറ്റീവ് പറയാനെന്താ വെച്ചാല് കെയർ ചെയ്യും. അത് ഞാൻ പറഞ്ഞെടുത്തിട്ട് അല്ലല്ല, ഇപ്പൊ നമ്മള് പണിച്ച് വന്നാല് നമ്മള് ചോദിക്കാൻ ചായ കൊടുത്തരും, ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിത്തരും. പിന്നെ ഓക്ക് ഡ്രസ് ഇല്ലെങ്കിൽ എനിക്ക് ഡ്രസ് വാങ്ങിത്തരും. അത് ഞാൻ ചെയ്യും. പക്ഷെ അങ്ങനല്ല, ഫസ്റ്റ് ടൈം ഒക്കെ ഞാൻ ഇപ്പൊ ചിക്ക് ഡ്രസ് ഓക്ക് ഡ്രസ് ഓളില്ലാത്ത വലിച്ചു വാങ്ങിത്തരും. ചെരുപ്പായാലും കാര്യങ്ങളും അത് കുറെ പറയാൻ പറ്റാത്ത കുറെ സ്നേഹബന്ധങ്ങൾ ഞങ്ങളുടെ ഇടയിൽ അറിയുമോ? യെസ്, അത് കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരൂല. പിന്നെ നല്ല ബേബി എത്തുന്നല്ലേ. അത് നെഗറ്റീവ്. എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം ഉപയോഗിക്കും. എനിക്കിഷ്ടം ആദ്യം ആദിക്കതില്ലായിരുന്നു. പിന്നെ പിന്നെ ചില ആൾക്കാർ അത് ഉണ്ടാക്കിയെടുത്തു, അതിന്റെ ഉള്ളിൽ കുത്തി വെച്ചുണ്ടാക്കിയെടുത്തു. ആദ്യം മരം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. പിന്നെ സിഗരറ്റ് വലി ആദ്യം അധികം ഉണ്ടായിരുന്നോ? സിഗരറ്റ് വലി ആദ്യം എനിക്ക് സിഗരറ്റ് വലി ഇതിന്റെ ഇടയിലൂടെ വന്നു പെട്ടതാണ്. അതെ, ആരുണ്ടാക്കിയെന്ന് പറയണില്ല. അത് ആദ്യം ഉണ്ടാക്കിയിട്ട് കാര്യമല്ല. ആദ്യം ഉദ്ദേശിച്ചെങ്കിലല്ലേ അത് വലിക്കുള്ളൂ. അതെനിക്കിഷ്ടമല്ല. അപ്പൊ എന്നെ പാത്തും പതിയും കാണാതെ അത് ഉപയോഗിക്കാറുണ്ട്. എന്നും അല്ല കേട്ടോ, 1-2 എവിടെ എപ്പോഴും. അതെ, അപ്പൊ ഞാനത് അറിഞ്ഞു. എനിക്ക് കുറെ ആൾക്കാരെ വിളിച്ചു പറഞ്ഞു, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ. പിന്നെ ആദ്യം എനിക്ക് പറ്റാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നത്തെ എന്താ പറ്റാത്ത അങ്ങനെ കുറേയൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാ പിന്നെന്താ പറ്റാന്ന് വെച്ചാ ഇപ്പൊ പറയണാവില്ല അപ്പ പറയാം. അതായത് ഇപ്പൊ പറയണതാവില്ല അപ്പ പറയാം. കാരണം ഇപ്പൊ പറയും നോണ, അത് കഴിഞ്ഞ് 2 മിനിറ്റ് സത്യം പറയും ചോദിക്കുമ്പോ. പിന്നെ എന്തിനീ നോണ പറയുന്നത്? അതെനിക്ക് പറ്റൂല, തീരെ ഇഷ്ടമല്ലാത്ത. ആദ്യം നല്ല കള്ളം പറയും. അത് ഇന്നോട് കേട്ടോ, ഇന്നോട് നല്ല കള്ളം പറയുമ്പോൾ നല്ല കള്ളം പറയും. അപ്പൊ അതൊക്കെ ശരിയായി. അതൊക്കെ ഇപ്പൊ മാറ്റി. ഇപ്പൊ ഫുൾ സത്യം പറയണം. അതൊക്കെ ഞാൻ മാറ്റിയെടുത്ത്. പിന്നെ പോസിറ്റീവായിട്ടുള്ള അത്രയുള്ള നെഗറ്റീവ് അല്ലാണ്ടൊന്നും ആദ്യന്റെ ഭാഗത്തില്ല. ബാക്കിയുള്ളതൊക്കെ എന്റെ ഭാഗത്തേക്കാണുള്ളത്. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞു, എന്റെ ഭാഗത്തൊന്നുമില്ല. പോസിറ്റീവായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെന്താ വെച്ചാ എന്തെടുത്താലും ഇപ്പൊ ഇതെനിക്ക് വേണം പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിത്തരും. എന്തും പൈസ ഇല്ലെങ്കിലും, ഇപ്പൊ പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിലും എടുക്കണ്ട അറിയില്ല, എടുത്തോ അറിയും. അതിന് എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് പറയും. ഇപ്പൊ ഒരു കടയിൽ പോകുമ്പോഴാണെങ്കിൽ 10 രൂപയാണ് എഴുതിക്കോളി. 10 രൂപ അതിന് 15 ആണെങ്കിലും അത് വാങ്ങിക്കോന്നേ പറയുള്ളൂ. കാരണം അതിനുള്ള ക്യാഷ് ഒന്നെങ്കിൽ ഒപ്പിക്കോനെ. പക്ഷെ ഞാൻ വാങ്ങുന്നില്ല കേട്ടോ, അങ്ങനെ ആ ഒരു പോളിസി ഉണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടുത്തോന്നേ പറയുള്ളൂ. എന്തെടുത്താലും ഒക്കെ ഇപ്പം ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഒരു പോസിറ്റീവ് എനർജി തരാം. എടുത്തോ നെഗറ്റീവ് ബേക്കോട്ട് വലിയ സാധനം ഇല്ലായിരിക്കും. ഒക്കെ ചെയ്തോ എടുത്തോ വാങ്ങിക്കോ. ഇതന്നെയാണ് ആദ്യൻ്റെത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസിറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാല് നല്ലോണം കെയർ ചെയ്യും. അങ്ങനെയല്ല, ഇവിടേക്ക് പോവരുത്, അവിടെ ഇന്നത് ഉണ്ട് പച്ചക്ക് പറഞ്ഞത് പോവരുത് എന്ന് പറയും. കാരണം അതിനുള്ള ബുദ്ധി ഉണ്ടാവുള്ളൂ, അപ്പൊ പോവരുത് എന്ന് പറയും. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല്, ഇപ്പൊ ഒരു വ്യക്തിനെ പറ്റിയില്ലാന്നുണ്ടെങ്കിലും ആ വ്യക്തിനെ ഇഷ്ടമല്ല കരുതിക്കോളി. ഇപ്പൊ ഒരു വ്യക്തിനെ ഇഷ്ടമല്ല, ആ വ്യക്തിന്റെ കൂടെ നമ്മളോട് പോണേ കരുതിക്കോളി. അപ്പൊ ഞമ്മക്ക് ആ വ്യക്തിനെ ഇഷ്ടേക്കാരോ. പക്ഷെ ആദ്യം അത് മനസ്സിലാക്കി എന്നാ ഈ പോയിക്കോ, പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമല്ല, ഇനി കണ്ട് പോവണം എന്ന് പറയും. മനസ്സിലായി? ഒരു ഫ്രണ്ട്സിനെ ഇപ്പൊ ഇഷ്ടമല്ല കരുതിക്കോളി. അപ്പൊ അവൻ പറയും
ഓനക്ക് ഇഷ്ടമല്ലാത്ത, പക്ഷെ എനിക്ക് ഇഷ്ടേക്കാരും. അപ്പോൾ ഈ പോയിക്കോ, പക്ഷെ എന്താ വെച്ചാല് അതിനെ കണ്ടു പോകണം, സൂക്ഷിക്കണം ഇതൊക്കെ പറയും. കാരണം ഓനക്ക് ഇഷ്ടമല്ലെങ്കിലും ആദ്യക്ക് ഇഷ്ടമല്ലെങ്കിലും എനിക്കത് സങ്കടമാവരുത്, ഇറിറ്റേറ്റഡ് ആവരുത് എന്നൊക്കെയുള്ള രീതിക്ക് സമയം അതൊക്കെയാണ് ആദ്യന്റെ രീതിയിലുള്ളത്. ഹോട്ടലിൽ പോയപ്പോ ഭയങ്കര കരങ്ങിയിരുന്നു. ഒരാള് ഇങ്ങനെ പെരുന്നോട്ടം, ഞാൻ ഫുഡ് ഉള്ളിലേക്ക് വാങ്ങാൻ വേണ്ടി പോയതാ, പെരുന്നോട്ടം. അപ്പൊ ഇവിടെക്കാളും മുന്നേ ഞാൻ കണ്ടത് ഇവിടെക്കാളും മുന്നേ ഞാൻ കണ്ടത് ഞാൻ എന്തായിട്ട് നേരെ നോക്കണത്, നേരെ ചെന്നാട്ട് നിങ്ങളറിയോളെ ചോദിച്ച് ഇല്ല ഇല്ലെന്ന് നോക്കണ കേട്ടോ. അത് അവിടെ തീർന്ന്. കേരളത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കരനാണ്. ആ കുട്ടി വന്നു, അപ്പൊ ആമിമോള വന്നപ്പോ റിവ്യൂസ് എടുക്കാൻ വേണ്ടി ആമിമോളെ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇമ്മയെ വിളിക്കാൻ വെച്ചേക്കണ്ടേക്കുള്ളത് ഞാൻ പറഞ്ഞോ. നമ്മളധികം പറഞ്ഞ് നീട്ടില്ല ഗൈസ്. ആമിമോളത് എന്തെങ്കിലും പറയാം. ആമിമോളുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് കണ്ടോ അയാൾക്ക് മുടി കുറച്ച് വരാൻ. അതായത് വെച്ചാ നിങ്ങളുടെ ലൈഫിൽ എത്ര അടി ഉണ്ടാവും ഒരു ദിവസം? അടിയല്ലോ, ഈ അടി എന്റെ ഉദ്ദേശിച്ചേ വയക്ക് 10-15 പ്രശ്നം അത് പിന്നെ അതിന്റെ അടിയിൽ തന്നെ വ്യക്തി വെച്ചിരുന്നു എങ്ങനെ കൊണ്ടുപോകണം മുന്നോട്ട് ലൈഫ്, എങ്ങനെ കൊണ്ടുപോകണം വെച്ച് നേരത്തെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഞാൻ മുന്നില്ലെങ്കിലും ഇപ്പൊ ഒരു ലൈഫ് ഫോം എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ നമ്മള് പാർട്ണർ എന്താ പിന്നെ ഇപ്പൊ നമ്മുടെ ലൈഫ് ഫോം നമ്മുടെ ഹസ്ബൻഡോ വൈഫോ തെറ്റി ഞങ്ങളതിൽ പറയട്ടോ, ഞങ്ങളിപ്പോ കിടന്നുറങ്ങുമ്പോ ഇന്നലെ കൂടി തെറ്റിട്ടുള്ളായിരുന്നു അല്ലെ, അത് നേരം എടുക്കുമ്പോ അത് ഒന്നെങ്കിലും അപ്പൊ തന്നെ പ്രശ്നം തീർക്കാൻ നോക്കുക. അതിന്റെ ഉദ്ദേശിച്ചു പറഞ്ഞ അതായത് ഞാൻ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അടുത്ത് കിടക്കില്ല, കുറച്ച് കഴിഞ്ഞു ഒരു ഗ്യാപ്പ്, ഒരു 2 ഗ്യാപ്പ് ഞാൻ വിട്ട് കിടക്കും. പിന്നെ എന്താ പറയാ മുണ്ടുമ്പോ ഞാൻ ആദ്യന്റെ അടുത്ത് ചിലപ്പോ മുണ്ടും. എങ്ങനെ അറിയോ, ഒരു മിഞ്ഞാന്ന് തെറ്റിയപ്പോ ഞാൻ ആദ്യന്റെ അടുത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ട് കിടക്കും. പിന്നെ പെരച്ചായപ്പോ എനിക്ക് അതിനെ കണ്ടപ്പോ ഞാൻ അതിനെ പോയി കെട്ടിപ്പിടിച്ച് കിടന്നു അല്ലേ. അങ്ങനെ ഇന്നലെ എന്താ വെച്ചാല് ഇന്നലെ തെറ്റി, ഇന്നലെ ഒരു സിനിമ കാണീനെ തെറ്റിയതാണ്. അപ്പൊ ആദ്യം എന്താട്ടി, ആദ്യം ചില ഹസ്ബൻഡുമാര് എങ്ങനെയൊക്കെ ഒരു കൂസലുണ്ടാകും, അത് തിരിഞ്ഞെടുക്കും, ഒരു സുഖമായിട്ട് ഉറങ്ങും, ഞമ്മക്ക് ഭയങ്കര സങ്കടിക്കാരും. ഇവിടെ എന്നാലും അങ്ങനെ ആയിരുന്നു. പിന്നെ എന്താ പറയാ, പിന്നെ എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ ഹസ്ബൻഡും വൈഫും അപ്പൊ തന്നെ തീർക്കാൻ നോക്കുക. തീർക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എന്നും ലൈഫ് മുന്നോട്ട് പോകണേ പോവുക, അത്രേ ഉള്ളൂ. അതൊക്കെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോസിൽ അല്ല കമന്റില് ഞങ്ങൾ എഴുതിയെടുത്ത് ഇൻസ്റ്റാഗ്രാമിലും അധികം ഇൻസ്റ്റാഗ്രാമിലാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ സ്റ്റോറി ഇടുമ്പോ അതിനെ തട്ടി ചോദിക്കണം കേട്ടോ. അല്ലാതെ നമ്മള് Q&A ഒന്നും ഇടലില്ല ഇൻസ്റ്റയില്. നമുക്ക് ടൈം പോലില്ല റിപ്ലൈ കൊടുക്കാൻ, അതുകൊണ്ടാണ് ഇടാത്തത്. ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ ഒന്നെങ്കിൽ നമ്മള് അപ്പൊ തന്നെ റിപ്ലൈ കൊടുക്കണം, അല്ലാതെ നമ്മള് വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആ പേപ്പർ ചുരുട്ടി വെച്ചാണ് ഉപ്പാൻ്റെ അതേമാതിരി മകള്. അപ്പൊ അങ്ങനെ അല്ലേ. പിന്നെ ഇപ്പൊ എന്താ പറയാ, പിന്നെ ഒന്നും പറയാതെ ഇതൊക്കെ തന്നെ ഉള്ളു വീഡിയോസിലേക്ക്. നാളെ സൺഡേ ആണ്, ഞങ്ങളെ ഹോളിഡേ ആണ്. പിന്നൊരു കാര്യമുണ്ട്, ഞാൻ
ആദ്യം ഇന്നെ സ്നേഹിക്കണത് അവൻപോക്ക് പറ്റില്ല എന്നല്ല അല്ലേ, എങ്ങനെ പറയാ, ഓൾക്ക് കുറവാണ്. ചിരിച്ചാണ്ട് ഓളി ഉമ്മ വെക്കണം, അല്ലെങ്കിൽ ഓളെ ഉമ്മ എടുക്കണം അങ്ങനെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഞാൻ അതിന് ഉമ്മക്കണതും അടിച്ചൊക്കെ പറയണ്ട്, എന്താ പറയാ ഹഗ് ചെയ്യണതൊക്കെ ആമിക്ക് അതൊരു കുറവായിട്ട് കാണും. ആദ്യം ചെയ്യണമെങ്കിൽ ആദ്യം ഉന്തി മാറ്റും. പിന്നെ ഞാൻ ആദ്യം ഒരാൾ ചോദിച്ചു ഓനെന്നാണോ പറയുന്നത്, അതിനെന്താ റിപ്പോർട്ട് കൊടുക്കാറ്? ഓനെന്നല്ലേ ഞാൻ വിളിക്കുക. ഞാൻ ചെവി കെട്ടിയില്ലെങ്കിലാണ് ശരത്തെ വിളിക്കുക. അങ്ങനെ പിന്നെ അത്രേ ഉള്ളൂ. എന്താ പറയാ, വീടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഞമ്മളല്ലേ ഇഷ്ടപ്പെടും. ചെറിയൊരു 12 അതിന്റെ ഒരു സീൻ ഉണ്ടാവും മുഖത്ത്, അത് നോക്കണ്ട. എനിക്കില്ല, കാരണം ഞാൻ ഈ ടൈമിൽ ഉറങ്ങലില്ല. ആദ്യം എന്താ പറയാ, ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കണേ ആദ്യം ഒരു 9 മണിയാവുമ്പോ ഞാൻ എന്താ ഉറക്കം തൂങ്ങിക്കുന്നത്, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുന്നത്. അല്ല ഗൈസ്, ഇപ്പൊ വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അല്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. നമ്മള് രാവിലെ വർക്കിന് ചെല്ലണ്, പണിക്കാർക്ക് സാധനം എടുത്ത് കൊടുക്കണേ. അതൊന്നല്ല ഗൈസ്, 9 മണിയായി കഴിഞ്ഞാൽ ആദ്യം ഉറങ്ങും. 9-10 മണിയായി പുറത്ത് പോണ ദിവസം നേരെ പുറത്ത് പോണ ദിവസം ആവുമ്പോഴാണ് ഒരു 11 മണിക്കാവുമ്പോഴാണ് ആദ്യം ഉറങ്ങുക. ഞാനൊരു 2 മണി 3 മണി, അത് ഞാൻ ആദ്യം എടുത്തത് കോട്ടേഴ്സിലൊക്കെ അറിയാം. കാരണം അത് ഇത് കാരണം ഇതും അങ്ങനെ തന്നെയാണ്. ഇത് പൂച്ചോർക്കായി. ഇപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ ഉറങ്ങി, വീഡിയോ അവസാനിച്ചപ്പോ നീച്ചു. അപ്പൊ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. അതെ, ഇനി നിങ്ങൾക്ക് അറിയേണ്ട ക്വസ്റ്റ്യങ്ങൾ എന്തുണ്ടെങ്കിലും മടിക്കാതെ ചോദിക്കാൻ. നമ്മൾ പാർട്ട് 2 ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ മടിയൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു തന്നെ പറയാൻ, കാരണം പുതിയ സബ്സ്ക്രൈബുകാരായിരിക്കും. കാരണം അവരെ കണ്ടില്ല നടിക്കാൻ പറ്റൂലല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സാക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ, ടാറ്റ. ഇങ്ങനെയാണ് ഗൈസ് കടുപ്പം കാട്ടും. നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ?